ഹായ് ഫ്രണ്ട്സ്, നമ്മളതുപോലെ ഇതിനുപയോഗിച്ചിരിക്കുന്ന ബൾബ് ഇൻഫ്രാറെഡ് ബൾബാണ്. സാധാ ഫിലമെൻ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് ഈ താഴെ മാത്രമേ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. നമ്മൾ സാധാ ഫിലമെൻ്റ് ബൾബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാലാ വഴിക്കോട്ടും ചൂട് പോകും, മുകളിലോട്ടും എല്ലാം ചൂട് താഴോട്ട് നിൽക്കത്തില്ല. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് മാത്രം ചൂട് നിൽക്കും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വാട്ട്സ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നേരെ പകുതി വാട്ട്സാക്കാം, ഫുൾ വാട്ട്സ്. ഇതിനകത്ത് എത്ര വാട്ട്സാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയും വാട്ട്സിലിടാം. അതിൻ്റെ നേരെ പകുതിയും ആക്കാം. അതിനൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഓഫ് ചെയ്യാനുള്ള സ്വിച്ചുണ്ട്. ഇതിൽ തന്നെയാണ്. ഇതിപ്പോൾ ഓണാക്കാം, ഓഫും ചെയ്യാം. അതുപോലെ ഇതിൻ്റെ നേരെ പകുതി വാട്ട്സിലും നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. സാധാ ഫിലമെൻ്റ് ബൾബിനെക്കാട്ടിലും കുറേ കാലം നിൽക്കുന്ന ബൾബാണിത്. ഇപ്പോൾ ഇതിലൊരു കണക്ടർ കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്കിത് ഉപയോഗം കഴിഞ്ഞാൽ ഇത് അഴിച്ചു മാറ്റാൻ എളുപ്പമാണ്. അപ്പോൾ ഈ വയറ് കംപ്ലൈൻറ്റ് വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യം വരുമ്പോൾ നമുക്കിവിടെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ വയർ ഇതിന് ചെറിയ വയറാണ്, അപ്പോൾ അത് കംപ്ലൈൻറ്റ് വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് കണക്ടർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 275 വാട്ട്സിൻ്റെയാണ്. 275 വാട്ട്സിൻ്റെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതി വാട്ട്സിലും ഇടാം. പകുതി വാട്ട്സ് ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 7 ദിവസത്തിൽ 4 ദിവസം ഫുൾ ടൈം നല്ല ചൂട് കിട്ടണം. ഞാൻ പക്ഷേ 7 ദിവസം വരെ ഇടും. 7 ദിവസത്തിന് ശേഷം പകൽ ഞാൻ ഓഫ് ചെയ്യും. പകൽ കാരണം നല്ല ചൂടുണ്ട് പകൽ, അതുകൊണ്ട് പകൽ ഓഫ് ചെയ്യും. അപ്പോൾ രാത്രിയിൽ ഓണാക്കും. പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് 8-10 ദിവസമായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നേരെ പകുതി വാട്ട്സ് നമുക്കിടാം. 2 ബൾബും പകുതി വാട്ട്സ് ആകുമ്പോഴത്തേക്ക് ഒരു ബൾബിൻ്റെ വാട്ട്സ് ആകും. 2ൻ്റെയും പകുതി ആകുമ്പം ഇതിപ്പോൾ 275-ൻ്റെയാണോ, അത് 275-ൻ്റെയാണോ. അപ്പോൾ രണ്ടും പകുതി ആകുമ്പോൾ ഒരു ബൾബിൻ്റെ വാട്ട്സ് ആകും. അപ്പോൾ ഈ രണ്ടെടുത്ത് കിടക്കുമ്പോൾ ചൂട് ഇത്ര ഏരിയകളിൽ നിൽക്കും, ഇത്ര ഏരിയ ആയിട്ട് ചൂട് നിൽക്കും. അതാണ് അതിൻ്റെ പ്രയോജനം. അപ്പോൾ വിചാരിക്കും ഒരു ബൾബ് ഇട്ടാൽ പോരെയെന്ന്. അപ്പോൾ നേരെ പകുതി വാട്ട്സിൽ 2 അടുത്തായിട്ട് കിടക്കുവാണെങ്കിൽ അത്രയും ചൂട് ഈ ഏരിയയിൽ അത്രയും നിൽക്കും നമുക്ക്. അങ്ങനെ ഒരു പ്രയോജനം നമുക്ക് ഈ ബൾബ് കൊണ്ടുണ്ട്. അപ്പോൾ ഈ ബൾബ് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ബൾബ് വേണ്ടവർക്ക് കമൻറ്റ് ചെയ്യാം. പിന്നുള്ളൊരു പ്രയോജനം എന്ന് പറയാൻ, ഈ ബൾബിന് ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഹാങ് ചെയ്തിടാൻ പറ്റും നമുക്ക്. ഇതുണ്ടോ, ഇതുപോലെ ഹാങ് ചെയ്ത് നമുക്കിടാം. പിന്നെ ഹോൾഡർ ഉൾപ്പെടെയാണ് ഇത് വരുന്നത്. ഈ ഹോൾഡർ നമുക്ക് അഴിച്ചെടുക്കാം. ഈ ഹോൾഡറും ഈ ബൾബിൻ്റെ കൂടെ വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഹോൾഡർ കാണത്തില്ല. ഇത് നമുക്ക് ഈ സ്വിച്ചുള്ള ഹോൾഡർ ഈ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. ഇതിപ്പോൾ 275-ൻ്റെയും അത് 275-ൻ്റെയും. അപ്പോൾ നമുക്ക് 550 വാട്ട്സാണ് ടോട്ടൽ കിട്ടുന്നത്. ഇതിനകത്ത് ഫുള്ളായിട്ട് കിട്ടുന്ന 550 വാട്ട്സാണ്. അപ്പോൾ 500 കോഴിയാണ് നമ്മുടെ കയ്യിലുള്ളത്. 500 കോഴിക്ക് 550 വാട്ട്സ് ഇട്ടാലേ 500 വാട്ട്സ് കറക്റ്റായിട്ട് ഇതിന് കിട്ടത്തുള്ളൂ. ഒരു കോഴിക്ക് 1 വാട്ട്സ് എന്ന നിലയിൽ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അത് ഈ ബൾബ് ഇട്ടാലും സാധാ ഫിലമെൻ്റ് ബൾബ് ഇട്ടാലും അങ്ങനെ തന്നെ ഇടണം. 500 കോഴിക്ക് 550 വാട്ട്സെങ്കിലും നമ്മൾ ബൾബ് ഇടേണ്ടി വരും. പിന്നെ ഈ ബൾബിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാ ഫിലമെൻ്റ് ബൾബാണെങ്കിൽ ഒരു 3-4 എണ്ണം വെച്ച് ഇടേണ്ടി വരും. ഇതിപ്പോൾ വെറും 2 ബൾബിന് 500 കോഴിക്ക് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ സാധാ ഫിലമെൻ്റ് ബൾബ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കേണ്ടി വരും. ഇതങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. നേരെ കൊണ്ട് ഹാങ് ചെയ്യുക, ഒരു കണക്ടറും പിടിപ്പിച്ച് നേരെ കൊണ്ട് ഹാങ് ചെയ്തിട്ടാൽ മതി, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ കറണ്ട് പോകുന്ന ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഇൻവെർട്ടർ വേണമെങ്കിലും ഇത് വർക്ക് ചെയ്യും. നേരെ പകുതി വാട്ട്സിലിട്ടാൽ മതി, ഇൻവെർട്ടറിലും വർക്ക് ചെയ്യും. ഫുൾ വാട്ട്സിലിടുകയാണെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. നേരെ പകുതി വാട്ട്സിൽ 2 ഇടുകയാണെങ്കിൽ ഇൻവെർട്ടറിലും വർക്ക് ചെയ്യും. 2-3 മണിക്കൂറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൽ ഓടിക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.